പുരുഷന്മാർ സങ്കടം വന്നാൽ ആരോടും പറയില്ല. അപ്പം നമ്മൾ വിചാരിക്കുക എന്താണ്, നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടായിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കൂലേ. നിങ്ങൾ രാവിലെ പോയ ആളല്ലല്ലോ വൈകിട്ട് വരുമ്പോൾ എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കില്ലേ. പറയൂല. അത് പുരുഷൻ്റെ പ്രത്യേകതയാണ്. അവനതിന് പരിഹാരം കിട്ടണം. എന്നാലോ സ്ത്രീ നേരെ തിരിച്ചുമാണ്. അവൾക്കൊരു സങ്കടം വന്നാൽ പരിഹാരം കിട്ടുന്നതിനേക്കാൾ അത് അവൾക്ക് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം. ആരോട് ആദ്യം വന്ന് ഷെയർ ചെയ്യുക? നമ്മളോട്. നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എന്ത് കൊടുക്കും? പരിഹാരം. ഇതല്ലേ? അവൾക്ക് എന്ത് വേണ്ട? പരിഹാരം വേണ്ട. അത് പിന്നെ വന്നോളൂ. ആദ്യം അവൾക്ക് എന്ത് വേണം? ഇത് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം. അതുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണൽ ജീവിയാണ്. അവൾക്ക് സങ്കടമാവട്ടെ സന്തോഷമാവട്ടെ പിന്നെ എല്ലാ ഫീലിങ്ങും അവൾക്ക് എക്സ്ട്രീമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തലച്ചോറിൻ്റെ 2 ഭാഗങ്ങൾ ഒരേപോലെ വർക്ക് ചെയ്യും. സങ്കടം വന്നാലും കൂടുതൽ സങ്കടമായിരിക്കും. സങ്കടമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അവൾക്ക് വരും. സന്തോഷം വരുമ്പോഴും എല്ലാ സന്തോഷങ്ങളെയും ഒരുപോലെ അവൾ മനസ്സിലേക്ക് ഓർത്തെടുക്കും. അല്ലേ? ഇന്നുണ്ടായൊരു സംഭവം എങ്ങനെ അവൾ പറയുക? അതുപോലൊരു സംഭവം 10 കൊല്ലം മുമ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതാണ് ആദ്യം പറയുക. അല്ലേ? അല്ലേ? അതെന്തുകൊണ്ടാ? അവൾ കണക്ട് ചെയ്യും. പണ്ടൊരു മാഷ് കല്യാണം കഴിച്ചൊരു കഥയുണ്ട്. എനിക്ക് തമാശ പറയാനൊന്നും അറിയില്ല. ചിലപ്പോൾ ഇത് തമാശയായിട്ടൊന്നും മാറൂല. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആസ്വദിച്ചാൽ മതിട്ടാ. ഇത് തമാശയാണ് ശരിക്കും. എനിക്കത് പറയാൻ കഴിയുമെന്ന് അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പം മാഷി കല്യാണം കഴിഞ്ഞ് പുതിയ പെണ്ണാണല്ലോ. അപ്പോൾ അവളോട് ഒരു ദിവസം പറഞ്ഞു, എൻ്റെ ക്ലാസ്സിൽ ബിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോളുണ്ട്. അവളുടെ നെറ്റിയിൽ നല്ല രസമുള്ളൊരു മറുകുണ്ട്. ആ മറുക് ഭയങ്കര ഭംഗിയാണ്. ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഞാനത് ശ്രദ്ധിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. കുറേ കാലം കഴിഞ്ഞ് അയാൾ പെൻഷനൊക്കെ പറ്റി റിട്ടയർഡായി. ഒരു ദിവസം രാത്രി ഇങ്ങനെ തപ്പിപ്പിടിച്ച് വരുന്ന സമയത്ത് കല്ലിൽ തട്ടിയിട്ട് ആൾ വീണ്. ഭാര്യ ഓടി വന്നിട്ട് ടോർച്ചും കൊണ്ട് ഓടി വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ കല്ല് കണ്ടില്ല എന്ന് പറഞ്ഞു. മുന്നിലെ കല്ല് കണ്ടില്ല. ഉടനടി 50-40 കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് നിന്നൊരു സംഭവത്തെ ഇങ്ങനെ പെറുക്കിയെടുത്തിട്ട് പറഞ്ഞു, ബിന്ദുവിൻ്റെ നെറ്റിയിലെ മറുക് കാണാൻ കഴിഞ്ഞു. മുന്നിൽ എത്രയും വലിയ കല്ല് കാണാൻ കഴിഞ്ഞില്ലേ? ഇതാണ് കണക്ട്. ഇതെല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. സന്തോഷങ്ങളിലുണ്ടാവും, സങ്കടങ്ങളിലുണ്ടാവും, പരാതികളിലുണ്ടാവും, പരിഭവങ്ങളിലുണ്ടാവും, സ്നേഹത്തിലുണ്ടാവും. ഇമോഷണലാണ്. അടിമുടി ഇമോഷണലാണ്. അതുകൊണ്ടാണ് അവൾക്ക് അമ്മയാകാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അവൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അവൾക്ക് കാത്തിരിക്കാൻ കഴിയുന്നത്. അമ്മ ആശുപത്രിയിലായാൽ പോലും, ഉമ്മ ആശുപത്രിയിലായാൽ പോലും നമ്മൾ എത്ര ദിവസം ഉറക്കൊഴിക്കും? ഏറി വന്നാൽ ഒരു ദിവസം. പിറ്റേന്ന് ആരെ വിളിക്കും? പെങ്ങളെ വിളിക്കും. എന്നിട്ട് പറയും, ഇനി നീ വന്നിരിക്കടാ, എനിക്ക് പറ്റുന്നില്ല, ഉറക്കൊഴിക്കാൻ പറ്റുന്നില്ല. അവൾ എത്ര ദിവസം വേണേലും ഉറക്കൊഴിക്കും. കാത്തിരിക്കും. 9 മാസവും കാത്തിരിക്കും. അവൾ അടിമുടി അമ്മയാക്കി വെച്ചിരിക്കുക. അല്ലേ? അടിമുടി അമ്മയാ. ചെറിയ കുഞ്ഞിന് പോലും അവൾ അമ്മയാ. പെണ്ണിനൊരുണ്ണിക്കിടാവിൻ മുഖശ്രീ കണ്ണിന് നൽകുന്ന കൗതൂഹലം പോൽ മണ്ണിനു മേലില്ല മറ്റൊന്നു മല്ലീപ്പൊടി പെണ്ണിനുമുണ്ടാ അടങ്ങാത്ത ദാഹം. എന്തൊരു കവിതയാണ്! പെണ്ണിന് ഒരു ഉണ്ണിക്കിടാവിൻ്റെ മുഖശ്രീ കണ്ണിന് നൽകുന്ന കൗതുകല്ലേ, അതുപോലൊന്നും മണ്ണിനു മേലില്ല മറ്റൊന്നും മല്ലീപ്പൊടി പെണ്ണിനുമുണ്ട് അടങ്ങാത്ത ദാഹം. എന്തിന്? അമ്മയാണ്. അതുകൊണ്ട് ഒരു ആൺകുട്ടിയുടെ കയ്യിലേക്ക് നിങ്ങൾ ഒരു പാവക്കുട്ടിയെ വെച്ച് കൊടുത്തു നോക്കൂ. പാവക്കുട്ടി കുറച്ച് സമയം കഴിഞ്ഞാൽ അവനതിനെ തോക്കാക്കി മാറ്റും. അല്ലേ? എന്നാലൊരു പെൺകുട്ടിയുടെ കയ്യിലേക്ക് ഒരു തോക്ക് വെച്ച് കൊടുത്തു നോക്കൂ. കുറച്ച് സമയം കഴിഞ്ഞാൽ അവൾ അതിനെ ഒരു പാവക്കുട്ടിയാക്കിയിട്ട് മാറ്റും. തോളിലിട്ടിട്ട് ഇങ്ങനെ ഉറക്കുന്നത് കാണും. ആരാ? തോക്ക്. പെണ്ണിനൊരുണ്ണിക്കിടാവിൻ മുഖശ്രീ. അടിമുടി അമ്മയാ. അമ്മ. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു യാത്ര പോയിരുന്നു കേട്ടോ, ഇവിടെ കുവൈത്തിൽ. അപ്പോൾ അവിടെ 4 പ്രോഗ്രാമിലാണ് പങ്കെടുത്തത്. ഈ 4 പ്രോഗ്രാമിൽ ഒരേ ഡ്രസ്സാണ് ഇട്ട്. ഒരു കറുത്ത ടീഷർട്ട്, ഇതേപോലത്തെ ഒരു ടീഷർട്ട്. തേക്കൊന്നും വേണ്ടല്ലോ, അലക്കിയാൽ മതി ഇടയ്ക്കിടയ്ക്ക്. തേക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇതാണ്.
തേക്കാനൊരു മടിയായതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇടുന്നത്. അപ്പോൾ കറുത്ത ടീഷർട്ടാണ് എല്ലാ ദിവസവും ഇട്ടത്. അപ്പം ഞാൻ അവിടുന്ന് തിരിച്ചു പോരുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ വെറുതെ ഇങ്ങനെ കറങ്ങുകയാണ്, അതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യും. അപ്പം എന്നോട് നമ്മുടെ പ്രോഗ്രാം ചെയ്ത ഒരാളുണ്ട്, അദ്ദേഹം എന്നോട് ചോദിച്ചു, അല്ല എല്ലാ ദിവസവും ഒരു ടീഷർട്ടാണല്ലോ, ചോദിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്, ഇത് ഒരേ ടീഷർട്ടാണോ അല്ല പല പല ടീഷർട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കറുത്ത വസ്ത്രവും ഇഷ്ടമാണ്, പിന്നെ ടീഷർട്ടും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഇടുന്നതെന്ന്. അപ്പം എന്നോട് പറഞ്ഞു, അല്ല ഒരു സംഭവമുണ്ട്. എന്നോട് എൻ്റെ വൈഫ് പറഞ്ഞു, അദ്ദേഹം പറയാ, എന്നോട് എൻ്റെ വൈഫ് പറഞ്ഞു, അല്ല മൂപ്പര് വേറെ ഡ്രസ്സ് കൊണ്ടുവരാൻ മറന്നുപോയതാണോ, അതുകൊണ്ടായിരിക്കും ഒരേ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ടിരിക്കണത്. സത്യത്തിൽ അതായിരുന്നു, സത്യത്തിൽ അതാണ് സംഭവിച്ചത്. കാരണം ഞാൻ ഡ്രസ്സ് വെച്ച എന്തോ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അത് മറന്നുപോയി. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ വിചാരിക്കുന്ന ആ പ്രോഗ്രാമിൽ എത്ര ആളുകൾ പങ്കെടുത്തിട്ടുണ്ടാവും, അവരൊന്നും ഇത് ആലോചിച്ചിട്ടില്ലല്ലോ. പക്ഷെ ആ സ്ത്രീ ഇല്ലേ, അവര് ഒരൊറ്റ നിമിഷം അമ്മയായിട്ട് ആലോചിച്ചു. അതാണ് ഒരമ്മയ്ക്ക് മാത്രമേ ഇത് ചിന്തിക്കാൻ കഴിയുള്ളൂ. എൻ്റെ വസ്ത്രം ഇവിടെ ഇങ്ങനെ കീറിയിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. നിങ്ങളൊക്കെ എന്താ വിചാരിക്കുക, എന്തൊരു ലാളിത്യമുള്ള മനുഷ്യനാണ്, കീറിയ വസ്ത്രം പോലും പൊതുസദസ്സിലിടുന്നു എന്നൊക്കെയല്ല വിചാരിക്കുക. ഇവരെന്താ വിചാരിക്കുക, അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഞാനത് തുന്നി കൊടുക്കുമല്ലോ അല്ലേ. അമ്മ